ക്വിസ് ആൻഡ് ഫാക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ശാസ്ത്രമേളയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വിസാണ് ശാസ്ത്ര ക്വിസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ശാസ്ത്ര ക്വിസിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്കുടൻ തന്നെ വീഡിയോയിലേക്ക് കടക്കാം. നമ്മൾ ഓൾറെഡി ശാസ്ത്രമേളയുടെ ശാസ്ത്ര ക്വിസുമായി ബന്ധപ്പെട്ട 2 വീഡിയോസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ആ 2 വീഡിയോസിലും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അപ്പോൾ അതിലും ഇമ്പോർട്ടൻ്റ് ആയ കുറച്ചുകൂടി കൂടുതൽ ചോദ്യങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തുവാനാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. നമുക്കുടൻ തന്നെ വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുമ്പ് ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ വീഡിയോസ് സ്ഥിരമായി കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അറിയുന്നുണ്ടാവും. നമ്മുടെ വീഡിയോസിലെല്ലാം ഉണ്ടാകുന്ന ഒരു ചോദ്യമാണ് ബോണസ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അതെന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി പറയാം. വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന ചോദ്യമാണ് ഈ ഒരു ബോണസ് ക്വസ്റ്റ്യൻ. അതിൻ്റെ ഉത്തരം ആരൊക്കെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുന്നുവോ അതിൽ കുറച്ച് പേരെ സെലക്ട് ചെയ്ത് നമ്മൾ അടുത്ത വീഡിയോയിൽ വിന്നറായി പ്രഖ്യാപിക്കുന്നതായിരിക്കും. അപ്പോൾ അതാണ് ഈ ഒരു ബോണസ് ക്വസ്റ്റ്യൻ്റെ സ്പെഷ്യാലിറ്റി. അപ്പോൾ നമുക്ക് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ്റെ ഉത്തരവും അതുപോലെ തന്നെ വിന്നേഴ്സും ആരൊക്കെയാണെന്ന് നോക്കേണ്ടതുണ്ട്. നമുക്ക് അതിലേക്ക് കടക്കാം. കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു എന്ന് നോക്കാം. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു: പാലിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാര ഏതാണ്? പാലിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാര ഏത്? ഇതിൻ്റെ ശരിയായ ഉത്തരം ലാക്ടോസ് ആണ്. ഇനി ആരൊക്കെയാണ് ശരിയുത്തരം കമൻറ്റ് ചെയ്ത വിന്നേഴ്സ് എന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ്റെ വിന്നേഴ്സായി സെലക്ട് ചെയ്യപ്പെട്ടവർ കുഞ്ഞുമോൻ, ഹന, മഹാദേവ്, നന്ദകിഷോർ, സിനാദ്, ഫിദ ഫാത്തിമ, ആൽബൽ സേവിയർ, അപർണ, ശ്രീനന്ദ്, ദേവാഞ്ജന, ഏഞ്ചൽ സജി, അമൃത എൻ, ഷഹ്മ, നിയ എന്നിവരാണ്. ഇതേപോലെ ഒരു ബോണസ് ക്വസ്റ്റ്യൻ ഈ വീഡിയോയുടെ അവസാനവും നൽകിയിട്ടുണ്ട്. എല്ലാവരും വീഡിയോ അവസാനം വരെ കണ്ട് ബോണസ് ക്വസ്റ്റ്യൻ്റെ ഉത്തരം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് ഉടൻ തന്നെ ഈ വീഡിയോയിലെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ഇതാണ്: നീളത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് എന്താണ്? അതായത് ഡിസ്റ്റൻസിൻ്റെ അടിസ്ഥാനമായ യൂണിറ്റ് ഏതാണ്? നമ്മൾ പല രീതിയിൽ ഡിസ്റ്റൻസ് പറയാറുണ്ട്, സെൻറ്റിമീറ്റർ, മീറ്റർ, കിലോമീറ്റർ തുടങ്ങിയവയിൽ. എന്നാൽ നീളത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനമായ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ ആണ്. ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം മീറ്റർ. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. സൗരയൂഥത്തിലെ ഗ്രഹങ്ങൾക്കിടയിലെ ദൂരം അളക്കാനുള്ള യൂണിറ്റ് ഏതാണ്? അതായത് നമ്മുടെ സോളാർ സിസ്റ്റത്തിലെ പ്ലാനറ്റ്സിൻ്റെ ഇടയിലുള്ള ദൂരം അളക്കുന്ന യൂണിറ്റ് ഏത്? ഉത്തരം ആസ്ട്രോണമിക്കൽ യൂണിറ്റ്. അതായത് നമ്മൾക്ക് ഈ ഒരു സൗരയൂഥത്തിലെ പ്ലാനറ്റിൻ്റെ ഇടയിലുള്ള ദൂരം പറയുമ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ സെൻറ്റിമീറ്റർ, മീറ്റർ, കിലോമീറ്റർ തുടങ്ങിയവയിൽ പറയാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് അവിടെ ഉപയോഗിക്കുന്ന യൂണിറ്റാണ് ആസ്ട്രോണമിക്കൽ യൂണിറ്റ്. ഉത്തരം ആസ്ട്രോണമിക്കൽ യൂണിറ്റ്. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. നമ്മുടെ കഴിഞ്ഞ ശാസ്ത്ര ക്വിസിൻ്റെ ലൈവിൽ നമ്മൾ പറഞ്ഞു ഒരു ആറ്റത്തിനകത്ത് ന്യൂട്രോൺ, പ്രോട്ടോൺ, ഇലക്ട്രോൺ എന്നിവയുണ്ട്. എന്നാൽ മൂന്നാമത്തെ ചോദ്യം ഇതാണ്: ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണം അഥവാ നെഗറ്റീവ് ചാർജുള്ള പാർട്ടിക്കിൾ ഏതാണ്? ഉത്തരം ഇലക്ട്രോൺ. ഒരു ആറ്റത്തിനകത്ത് നെഗറ്റീവ് ചാർജുള്ള കണം അഥവാ പാർട്ടിക്കിളാണ് ഇലക്ട്രോൺ. അതുപോലെ തന്നെ ആറ്റത്തിനകത്ത് പോസിറ്റീവ് ചാർജുള്ള പാർട്ടിക്കിളാണ് പ്രോട്ടോൺ എന്ന് പറയുന്നത്. ന്യൂട്രോണിന് ഒരു ചാർജുമില്ല. അപ്പോൾ 3 പാർട്ടിക്കിൾസാണ് ആറ്റത്തിനകത്തുള്ളത്. അതിൻ്റെ ചാർജും നിങ്ങൾ ഓർത്തു വയ്ക്കുക. നാലാമത്തെ ചോദ്യം ഇതാണ്: ഏറ്റവും ഭാരം കൂടിയ പ്രകൃതിദത്ത ആറ്റം ഏതാണ്? അതായത് നമ്മുടെ നേച്ചറിൽ കാണപ്പെടുന്ന ഏറ്റവും ഭാരം കൂടിയ ആറ്റം ഏതാണ്? ലാബിൽ ക്രിയേറ്റ് ചെയ്ത ആർട്ടിഫിഷ്യലായ ആറ്റംസിനെ പറ്റിയല്ല പറയുന്നത്, പ്രകൃതിയിൽ കാണപ്പെടുന്ന ഏറ്റവും ഭാരം കൂടിയ ആറ്റത്തെ പറ്റിയാണ് ചോദിക്കുന്നത്. ഉത്തരം യുറേനിയം. അതായത് ഏറ്റവും ഭാരം കൂടിയ പ്രകൃതിദത്ത ആറ്റമാണ് യുറേനിയം. നാലാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം യുറേനിയം. വീഡിയോയിലെ അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. നാഗസാക്കിയിലിട്ട ബോംബ് നിർമ്മിക്കാൻ ഉപയോഗിച്ച മൂലകം ഏതാണ്? നാഗസാക്കിയിലിട്ട ബോംബ് നിർമ്മിക്കാൻ ഉപയോഗിച്ച മൂലകം ഏത്? ഉത്തരം പ്ലൂട്ടോണിയം. അതായത് നാഗസാക്കിയിൽ വർഷിച്ച അണുബോംബ് നിർമ്മിക്കാൻ ഉപയോഗിച്ച മൂലകമാണ് പ്ലൂട്ടോണിയം. അഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം പ്ലൂട്ടോണിയം.
വീഡിയോയിലെ ആറാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. മനുഷ്യനിൽ കൂടുതലായി കാണപ്പെടുന്ന റേഡിയോ ആക്റ്റീവ് മൂലകം ഏതാണ്? മനുഷ്യനിൽ കൂടുതലായി കാണപ്പെടുന്ന റേഡിയോ ആക്റ്റീവ് മൂലകം ഏത്? ഉത്തരം പൊട്ടാഷ്യം 40. അതായത് മനുഷ്യനിൽ കൂടുതലായി കാണപ്പെടുന്ന റേഡിയോ ആക്റ്റീവ് മൂലകമാണ് പൊട്ടാഷ്യം 40 എന്ന് പറയുന്നത്. ആറാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം പൊട്ടാഷ്യം 40. വീഡിയോയിലെ ഏഴാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. പ്രപഞ്ചത്തിൻ്റെ മൊത്തം ദ്രവത്തിൻ്റെ 1/4 ഭാഗവും അടങ്ങിയിരിക്കുന്ന മൂലകം ഏതാണ്? പ്രപഞ്ചത്തിൻ്റെ മൊത്തം ദ്രവത്തിൻ്റെ 1/4 ഭാഗവും അടങ്ങിയിരിക്കുന്ന മൂലകമേത്? ഉത്തരം സിമ്പിളാണ്. ഏഴാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഹൈഡ്രജൻ. അതായത് നമ്മുടെ പ്രപഞ്ചത്തിൻ്റെ മൊത്തം ദ്രവത്തിൻ്റെയും 1/4 ഭാഗവും ഹൈഡ്രജനാണ് അടങ്ങിയിരിക്കുന്നത്. ഏഴാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഹൈഡ്രജൻ. വീഡിയോയിലെ എട്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഒരു മൂലകത്തിൻ്റെ ആറ്റങ്ങൾക്ക് പരസ്പര സംയോജിക്കാനുള്ള കഴിവ് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? അതായത് ഒരു മൂലകത്തിനകത്തെ ആറ്റങ്ങൾക്ക് പരസ്പരം സംയോജിക്കാനുള്ള കഴിവ് ഏത് പേരിൽ അറിയപ്പെടുന്നു? ആറ്റത്തിൻ്റെ ആ ഒരു പ്രോപ്പർട്ടിയെയാണ് നമ്മൾ കാറ്റിനേഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു മൂലകത്തിൻ്റെ ആറ്റങ്ങൾക്ക് പരസ്പരം സംയോജിക്കാനുള്ള കഴിവ് അറിയപ്പെടുന്ന പേരാണ്, അഥവാ ആ ഒരു ആറ്റമിൻ്റെ ആ ഒരു പ്രോപ്പർട്ടിയെ പറയുന്ന പേരാണ് കാറ്റിനേഷൻ. ഉത്തരം കാറ്റിനേഷൻ. നമുക്ക് ഒൻപതാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഒരു വർഷം കൊണ്ട് പ്രകാശം സഞ്ചരിക്കുന്ന ദൂരം എങ്ങനെയാണ് അറിയപ്പെടുന്നത്? അതായത് ആ ഒരു യൂണിറ്റിൻ്റെ പേരെന്താണ്? ഒരു വർഷം കൊണ്ട് പ്രകാശം സഞ്ചരിക്കുന്ന ദൂരം അറിയപ്പെടുന്ന പേരാണ് പ്രകാശവർഷം. അതായത് ഒരു പ്രകാശവർഷം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഒരു വർഷം കൊണ്ട് പ്രകാശത്തിന് സഞ്ചരിക്കാൻ പറ്റുന്ന ദൂരമാണ്. അപ്പോൾ ഉത്തരം പ്രകാശവർഷം. വീഡിയോയിലെ പത്താമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. മാസിൻ്റെ അടിസ്ഥാനമായ യൂണിറ്റ് എന്താണ്? മാസിൻ്റെ അടിസ്ഥാന യൂണിറ്റ് ഏത്? ഉത്തരം കിലോഗ്രാം. അതായത് മാസിൻ്റെ ഏറ്റവും അടിസ്ഥാനമായ യൂണിറ്റാണ് കിലോഗ്രാം എന്ന് പറയുന്നത്. പത്താമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം കിലോഗ്രാം. വീഡിയോയിലെ 11ാമത്തെ ചോദ്യം. താപനിലയുടെ അടിസ്ഥാന യൂണിറ്റ് ഏതാണ്? താപനിലയുടെ അടിസ്ഥാന യൂണിറ്റ് ഏത്? അതായത് ടെമ്പറേച്ചറിൻ്റെ ബേസിക് യൂണിറ്റ് ഏതാണ്? കുറേ കുട്ടികൾ ഡിഗ്രി സെൽഷ്യസ് എന്നൊക്കെ പറയാറുണ്ട്. എന്നാൽ താപനിലയുടെ അടിസ്ഥാനമായ യൂണിറ്റ് എന്ന് പറയുന്നത് കെൽവിനാണ്. ഉത്തരം കെൽവിൻ. മറക്കരുത്. താപനിലയുടെ അടിസ്ഥാനമായ യൂണിറ്റ് കെൽവിൻ. അതുപോലെ തന്നെ മാസിൻ്റെ അടിസ്ഥാനമായ യൂണിറ്റ് കിലോഗ്രാമും അതുപോലെ തന്നെ നീളത്തിൻ്റെ അടിസ്ഥാനമായ യൂണിറ്റ് മീറ്ററുമാണ്. ഇത് മൂന്നും ഓർത്ത് വയ്ക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. കിങ് ഓഫ് പോയ്സൺ അഥവാ വിഷങ്ങളുടെ രാജാവ് എന്ന് വിശേഷിക്കപ്പെടുന്നത് എന്താണ്? ഉത്തരം പറയുക. ഉത്തരം അർസേനിക്. അതായത് കിങ് ഓഫ് പോയ്സൺസ് എന്ന നിക്നെയിമിൽ അറിയപ്പെടുന്നതാണ് അർസേനിക്. ഉത്തരം അർസേനിക്. 13ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ഇതാണ്. ദ മോസ്റ്റ് പവർഫുൾ ഓക്സിഡൈസർ എന്നറിയപ്പെടുന്നത് ഏതാണ്? അതായത് ദ മോസ്റ്റ് പവർഫുൾ ഓക്സിഡൈസർ എന്നറിയപ്പെടുന്നത് ഏത്? ഉത്തരം ലിഥിയമാണ്. അതായത് ഏറ്റവും വീര്യം കൂടിയ നിരോക്സികാരി അഥവാ ദ മോസ്റ്റ് പവർഫുൾ ഓക്സിഡൈസർ എന്ന പേരിൽ അറിയപ്പെടുന്നത് ലിഥിയമാണ്. 13ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ലിഥിയം. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ദ മോസ്റ്റ് റിയാക്റ്റീവ് എലമെൻറ്റ് എന്നറിയപ്പെടുന്ന എലമെൻറ്റ് ഏതാണ്? അതായത് ഏറ്റവും കൂടുതൽ ക്രിയാശേഷിയുള്ള മൂലകം എന്നറിയപ്പെടുന്ന മൂലകം ഏത്?
ഉത്തരം മറ്റാരുമല്ല, നമ്മുടെ ഫ്ലൂറിൻ തന്നെയാണ്. ദ മോസ്റ്റ് റിയാക്റ്റീവ് എലമെൻ്റ് ആണ്, മെറ്റൽ അല്ല. ദ മോസ്റ്റ് റിയാക്റ്റീവ് എലമെൻ്റ് ആണ് നമ്മുടെ ഫ്ലൂറിൻ എന്ന് പറയുന്നത്. അതായത് ഏറ്റവും കൂടുതൽ ക്രിയാശേഷിയുള്ള മൂലകമാണ് ഫ്ലൂറിൻ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ക്വിസ് ആൻഡ് ഫാക്സിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിനെ പരിചയപ്പെടുത്താം. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ഈ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ക്വിസ് വീഡിയോസിൻ്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങൾക്ക് PDF രൂപത്തിൽ ലഭിക്കുന്നതാണ്. ഈ PDF ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എളുപ്പത്തിൽ ചോദ്യങ്ങളും ഉത്തരങ്ങളും റിവൈസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ PDF വേണ്ടവർ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. വീഡിയോയിലെ 15ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ഇതാണ്: ദ എലമെൻറ്റ് ദാറ്റ് കോസസ് സിൽവർ ടു ടേൺ ബ്ലാക്ക്, അതായത് വെള്ളി അഥവാ സിൽവറിനെ കറുത്തു പോകാൻ കാരണമായ മൂലകം ഏതാണ്? ഉത്തരമറിയുന്നവർ ഇപ്പോൾ തന്നെ പറയുക. ഉത്തരമാണ് സൾഫർ. അതായത് സിൽവർ എന്ന് പറയുന്ന ഒരു മൂലകം അഥവാ എലമെൻറ്റ് കറുത്തു പോകാൻ അഥവാ ബ്ലാക്ക് കളർ ആവാനുള്ള കാരണം സൾഫറാണ്. 15ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം സൾഫർ. ഇനി നിങ്ങളെല്ലാവരും കാത്തിരുന്ന ഈ വീഡിയോയിലെ ബോണസ് ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ഇതാണ്: അതായത് ഏറ്റവും കൂടുതൽ അറ്റോമിക് റേഡിയസ് കൂടിയ മൂലകം ഏതാണ്? അതായത് അറ്റോമിക് റേഡിയസ് ഏറ്റവും കൂടുതലുള്ള മൂലകം അഥവാ എലമെൻ്റ് ഏതാണ്? ഉത്തരം അറിയുന്ന എല്ലാവരും കമൻറ്റ് ബോക്സിൽ ഇപ്പോൾ തന്നെ ഉത്തരം കമൻറ്റ് ചെയ്യുക. ഉത്തരത്തിൻ്റെ കൂടെ നിങ്ങളുടെ പേര് കൂടി രേഖപ്പെടുത്താൻ മറക്കരുത്. എന്നാൽ മാത്രമേ നിങ്ങൾ ആരാണെന്ന് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരവും നിങ്ങളുടെ പേരും ഇപ്പോൾ തന്നെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരവും അതുപോലെ തന്നെ ഈ ഒരു ബോണസ് ക്വസ്റ്റിൻ്റെ വിന്നേഴ്സിനെ നമ്മൾ അടുത്ത ശാസ്ത്ര ക്വിസിലായിരിക്കും പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഈ വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്ന കാര്യം മറക്കരുത്. അപ്പോൾ ഒരിക്കൽ കൂടി ഈ വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. ബോണസ് ക്വസ്റ്റിൻ്റെ ഉത്തരം എല്ലാവരും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക.